ഈ പീസ് പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരാഗ്രഹിക്കുന്നത് ഇസ്രയേലിൽ നിന്ന് അവരുടെ റെസ്പോൺസിബിലിറ്റി ഹമാസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒന്നും ഇതിൽ നിന്ന് നേടാൻ പോകും. എൻ്റെ ഐഡിയാസ് നോക്കിയാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അവർ ആദ്യമായിട്ട് പറയുന്നത് റിലീസ് ഓഫ് ഹോസ്റ്റേജസ്. അതൊരു വലിയ പ്രഷറാണ് തന്നെയാണ്. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആവശ്യം. അത് നേടിയെടുത്താൽ തന്നെ അദ്ദേഹത്തിന് ഇസ്രയേലിൽ കുറച്ചുകൂടെ അംഗീകാരം ലഭിക്കും. അതിനുശേഷം പറയുന്ന എല്ലാ കാര്യങ്ങളും തീർച്ചയായും വൺ സൈഡഡ് ആണ്. അമേരിക്കയ്ക്കും ഇസ്രയേലിൻ്റെയും താല്പര്യങ്ങളും വിശേഷിച്ച് സാമ്പത്തിക താല്പര്യങ്ങളും പെർസ്യൂ ചെയ്യുന്നു. ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻസ് ആണ് ഇത് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ട് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ പലരും ഇത് നോക്കാം, കൊള്ളാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനെ അനലൈസ് ചെയ്യാൻ നമുക്കറിയാം ഇത് ഒരു കംപ്ലീറ്റ് ഒരു എന്താണ് പറയുക, ഒരു ട്രാവസ്റ്റി എന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രസ് അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഫ്ലോട്ടില എന്ന് പറയുന്ന അവർക്കൊരു വലിയ ഇഷ്യൂ ഒന്നുമാണ്. അതിനെ ബോംബ് ചെയ്യണമെങ്കിൽ പോലും അവർക്ക് ചേർക്കാതെ 66,000 പേര് മരിച്ചു കഴിഞ്ഞു. കുറെ പേർ കൂടി മരിക്കുന്നത് കൊണ്ടൊരു വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്ലാനിനുള്ളിലേക്ക് ഈ 2 സ്റ്റേറ്റ് ഐഡിയ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഇത് ഒരിക്കലും പ്രയോജനപ്പെടുകയില്ല. അതുകൊണ്ട് കൂടുതൽ കൊല ഉണ്ടാകും. ആളുകളെ മുഴുവനും അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ്, പാലസ്തീനിലെ ആളുകളെ അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ അതിൽ യാതൊരു വ്യത്യാസവും ഈ 20 പ്രോഗ്രാം കൊണ്ട് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് സിറ്റുവേഷൻ വളരെ ഗരീബാണ്. ഈ ജനോസൈഡ് ഇസ്രയേലീസിന് അല്ലെങ്കിൽ ജ്യൂസിന് അറിയാവുന്ന ഒരു കാര്യമാണ്. ജ്യൂസിനെതിരായിട്ട് ജനോസൈഡ് നടത്തിയല്ലോ, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു. എന്നിട്ട് ഇസ്രയേൽ ഇല്ലാതായില്ലല്ലോ. അപ്പോ ഒരു ജനസൈഡ് കൊണ്ട് ഒരു ഗ്രേറ്റ് മൂവ്മെന്റിനെ തകർക്കാൻ സാധിക്കും. അപ്പോൾ അത് ഇപ്പം നമ്മൾ കാണുന്നത് വളരെ ക്രൂരമായ ഒരു കാലഘട്ടമാണ്. അത് കൂടുതൽ ക്രൂരമാക്കാനാണ് ഈ പുതിയ നയം മുമ്പോട്ട് കൊണ്ടുവരുന്നത്. ഇതുകൊണ്ട് യാതൊരു പ്രതീക്ഷയും നമുക്ക് ഉണ്ടാകേണ്ടതില്ല. തീർച്ചയായും രാജ്യങ്ങളൊക്കെ ഒരുപക്ഷെ പറഞ്ഞേക്കുമായിരിക്കും നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ എൻ്റെ ഓരോ കാര്യം എടുത്താലും UN യാതൊരു റോളും കൊടുത്തിട്ടില്ല. അതുപോലെ justice for the people who died, who are suffered, there is no element in it. There is no international court of justice, no criminal court. ഒന്നുമില്ലാത്ത ഒരു ഇതാണ് അവർ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് സിറ്റുവേഷൻ വളരെ മോശമാകാനാണ് സാധ്യത. കുറെ പേരെ കൊടുക്കൊള്ളുന്നതിന് അപ്പൊ അതുകൊണ്ട് ഈ 20 പോയിന്റ് പ്ലാനിലേക്കാണ് അവർ മുന്നോട്ട് പോകുന്നത്. മുമ്പുണ്ടായിരുന്ന സാധ്യതകൾ പോലും കുറഞ്ഞിരിക്കുകയാണ്. ഓസ്ലോയ്ക്ക് ശേഷം ഒരു വയബിൾ ആയിട്ടുള്ള ഒരു പീസ് പ്രോഗ്രാം മുമ്പോട്ട് വന്നിട്ടേ ഇല്ല. അപ്പോൾ അതിനെ അവരെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നെതന്യാഹുവിന്റെ മുകളിലുള്ള പ്രഷർ കുറയ്ക്കാൻ വേണ്ടി ഈ പ്രശ്നങ്ങളെല്ലാം ഹമാസാണ് ഉണ്ടാക്കുന്നതെന്ന് സൃഷ്ടിച്ച് സ്വന്തം രാജ്യത്ത് കൂടുതൽ അംഗീകാരം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ്. അതുകൊണ്ട് യാതൊരു പ്രതീക്ഷയും നമുക്ക് ഉണ്ടാകേണ്ടത്.